ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് എളുപ്പത്തിൽ നമുക്ക് ഒരു പൊട്ടാറ്റോ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും കുട്ടികൾക്ക് ടിഫിനിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. പൊട്ടാറ്റോ ഇതേപോലെ സ്ക്വയർ പീസിൽ കട്ട് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടും കുറവ്, അതായത് ഒരു പിഞ്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു പിഞ്ച് ജീരകം, ഉലുവ, ഇത് 3 ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നിങ്ങൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കണം. പൊട്ടറ്റോ ആയതുകൊണ്ട് ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് മറന്നു പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പൊട്ടറ്റോ ഇട്ടതിന് ശേഷം മസാലയൊക്കെ നന്നായിട്ട് പൊട്ടറ്റോയിൽ ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കുന്നത്. സിമ്മിലിട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ പാത്രം അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിലുള്ള പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനും കുട്ടികൾക്ക് ടിഫിനിൽ വെച്ച് കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്